നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ വീണ്ടും പ്രക്ഷുബ്ധമാക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഉയരുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് കോടികളുടെ ഇടപാടുകളിലേക്കുള്ള CMRL എക്സാലോജിക് സംശയങ്ങൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങളായി തള്ളിക്കളയാനാകുമോ? അതോ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുന്ന രേഖകളും മൊഴികളും സാമ്പത്തിക തെളിവുകളും ഒരു വലിയ സത്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? CMRL എക്സാലോജിക് കേസ് ഇന്നൊരു സാധാരണ സാമ്പത്തിക അന്വേഷണത്തിന്റെ പരിധി കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയുടെ തുടർച്ചയായ നടപടികൾ, കോടതികളിലെ നിയമ പോരാട്ടങ്ങൾ, ഇവയെല്ലാം ചേർന്ന് ഈ കേസ് കേരളത്തിന്റെ പൊതുജീവിതത്തിന്റെ വിശ്വാസ്യതയുടെയും ഭരണ ധാർമ്മികതയുടെയും പരീക്ഷണമായി മാറിക്കഴിഞ്ഞു. അടുത്തിടെ ED വീണ്ടും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള അന്വേഷണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണെന്നും എല്ലാ ഇടപാടുകളും നിയമാനുസൃതമാണ് എന്നുമാണ് ബന്ധപ്പെട്ടവർ ആവർത്തിച്ച് പറയുന്നത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അന്തിമ കുറ്റനിർണയം കോടതിയുടെ പരിഗണനയിലുമാണ്. CMRL എക്സാലോജി കേസിൽ അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്കും വ്യാപിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വീണയ്ക്ക് CMRLുമായി കരാർ തരപ്പെട്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തും. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. വീണയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് 2 വട്ടമാണ് നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ കൂടിയായ വീണയെ ED ചോദ്യം ചെയ്തത്. ഇന്നലെ, അതായത് വ്യാഴാഴ്ച, ചോദ്യം ചെയ്യൽ 9 മണിക്കൂറാണ് നീണ്ടത്. ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുള്ളതായി ED കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഇവരെ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. CMRLും എക്സാലോജിക്കും തമ്മിൽ എങ്ങനെ കരാറിലെത്തി എന്നതാണ് ED മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചും വീണയ്ക്ക് വ്യക്തമായ മറുപടിയില്ല. CMRLും എക്സാലോജിക്കും തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് കരാറിൽ ഏർപ്പെട്ടതെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നത്. ആ കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുക. അങ്ങനെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യുപകാരമായാണോ കരാർ ലഭിച്ചതെന്നും അന്വേഷണ ഏജൻസി പരിശോധിക്കും. വീണയുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ചും ED അന്വേഷണം നടത്തും. CMRLന് ഒരു സേവനവും എക്സാലോജിക്ക് നൽകിയിട്ടില്ല. ഇല്ലാത്ത സേവനത്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത്. ഇത് എന്തിനായിരുന്നു എന്നാണ് ED അന്വേഷിക്കുക. ജനാധിപത്യത്തെ അധികാരത്തെക്കാൾ വലുത് ഉത്തരവാദിത്വമാണ്. സംശയങ്ങൾ ഉയരുമ്പോൾ സുതാര്യമായ അന്വേഷണത്തെ നേരിടുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യം പുറത്തു വരാൻ അവസരം നൽകുകയും ചെയ്യുക എന്നതാണ് പൊതുപ്രവർത്തകരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷണം പൂർത്തിയാകും മുൻപ് ആരെയും കുറ്റക്കാരനായി മുദ്ര കുത്തുന്നതും നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രമാണ്: ഇത് രാഷ്ട്രീയ വിവാദത്തിന്റെ മറ്റൊരു അധ്യായമാണ്, അതോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നിർണായകമായ അന്വേഷണ ഘട്ടമോ? ഉത്തരം പറയേണ്ടത് രാഷ്ട്രീയ വേദികളല്ല, തെളിവുകളും അന്വേഷണവും ഒടുവിൽ കോടതിയുമാണ്.